നിങ്ങളുടെ യൂറോപ്പ് ടൂറിന്റെ റേറ്റ് വളരെ കൂടുതലാണ്. യൂറോപ്പ് ടൂറിന്റെ ഒരു അഡ്വർടൈസ്മെന്റ് പോയപ്പോൾ അതിനകത്ത് ഒരു കമന്റ് കണ്ടത് വായിച്ചതാണ്. യൂറോപ്പ് ടൂർ നമുക്ക് പല രീതിയിലും ചെയ്യാം. കോസ്റ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒന്ന് അക്കോമഡേഷനെ ബേസ് ചെയ്ത്, പിന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഫുഡിനെ ബേസ് ചെയ്ത്, പിന്നെ നമ്മൾ കൊടുക്കുന്ന ഐറ്റിനറി ബേസ് ചെയ്ത്. ആസ് എ കസ്റ്റമർ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ നോക്കുന്നത് എന്തായിരിക്കും, നമ്മൾ എത്ര സ്ഥലങ്ങൾ കവർ ചെയ്യുന്നുണ്ട്, എത്ര ദിവസത്തെയാണ് സ്റ്റേ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്, 3 നേരത്തെ ഫുഡ് ഉണ്ടാവും. ഇത്തരം കാര്യങ്ങളാണ് സാധാരണഗതിയിൽ ഒരു കസ്റ്റമർ ഒരു ടൂറിനെ കമ്പയർ ചെയ്യുന്നത്. അപ്പൊ നോർമലി 12 ദിവസത്തെ സ്റ്റേ ഉണ്ട്, ഓക്കെ. അപ്പൊ 12 ദിവസം വേറൊരു കമ്പനിയും ചെയ്യുന്നുണ്ട്, നമ്മളും ചെയ്യുന്നുണ്ട്. 2 കൂട്ടരും 12 ദിവസത്തെ സ്റ്റേ കൊടുക്കുമ്പോൾ എങ്ങനെയാണ് ഒരു ട്രിപ്പിന് ഒരു പാർട്ടി 2,60,000 വേറൊരു പാർട്ടി 3,60,000 വിൽക്കുന്നത്? ഇതാണ് നോർമലി ആൾക്കാർക്ക് വരുന്ന ഒരു കൺഫ്യൂഷൻ. ഫസ്റ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ക്വാളിറ്റിയിലാണ്. ക്വാളിറ്റിയിൽ സർവീസിൽ ഞങ്ങളൊരു കോംപ്രമൈസ് ചെയ്യാറില്ല. അതിന് നിങ്ങൾക്ക് 100 കസ്റ്റമേഴ്സിന്റെ റെഫറൻസ് നമ്മൾ തരാം. നമ്മളുടെ കസ്റ്റമേഴ്സിനെ എല്ലാവരെയും നമുക്ക് വിളിച്ചു നോക്കാം എങ്ങനെയാണ് ഞങ്ങൾ ആ ക്വാളിറ്റി കീപ്പ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. സെക്കൻഡ്, ഒരു ടൂർ എപ്പോഴും നമുക്ക് പെർഫെക്റ്റ് ആവുന്നത് അക്കോമഡേഷൻ പാർട്ടാണ്. അക്കോമഡേഷൻ പാർട്ടിൽ നമ്മൾ ഒരു കാരണവശാലും കോംപ്രമൈസ് ചെയ്യാറില്ല. അത്യാവശ്യം സിറ്റി ലിമിറ്റിലൊക്കെ എത്താൻ പറ്റുന്ന ഇങ്ങനെയുള്ള റിസോർട്ടുകളോ ഹോട്ടൽസോ നോക്കിയിട്ടായിരിക്കും നമ്മൾ അക്കോമഡേഷൻ പാർട്ട് ഇടുന്നത്. നമ്മൾ യൂറോപ്പ് ഒക്കെ ചെയ്യുമ്പോൾ മിനിമം ഒരു 4 സ്റ്റാർ ഫെസിലിറ്റി എങ്കിലും നമ്മൾ കീപ്പ് ചെയ്യും. പലരും യൂറോപ്പിനെ പറ്റിയിട്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് ഫാമിലി ആയിട്ട് പോയിരുന്നു. അവർ ഇൻഡിവിജ്വലി റൂംസ് എല്ലാം എടുത്തിട്ടാണ് പോയത്. ഞാൻ ആകെ വിസയും ഫ്ലൈറ്റുമാണ് ഞാൻ ചെയ്തു കൊടുത്തത്. ഹോട്ടലിൽ ഞാൻ പല പ്രാവശ്യം പറഞ്ഞു ചെക്ക് ചെയ്തതാണോ നമ്മൾ നോക്കണമെന്ന് വെച്ചാൽ ഇല്ല, എൻ്റെ ഒരു ഫ്രണ്ട് വഴിയായിട്ട് അവിടെ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അവർ ചെന്നിട്ട് എൻ്റെ അടുത്ത് വന്ന അപ്ഡേഷൻ എന്താ വെച്ചാൽ 4 നില മുകളിലായിരുന്നു അവരുടെ സ്റ്റേ. ഈ 4 നിലയും അവർക്ക് 20 കിലോന്റെ ഒരു ലഗേജും 7 കിലോന്റെ ലഗേജും ഉണ്ട്. ഇത് അവർ ചുമന്ന് കയറ്റണം. യൂറോപ്പിൽ നിങ്ങൾക്ക് ഏത് ഹോട്ടലിൽ പോയാലും നിങ്ങളുടെ പെട്ടി എടുക്കാനോ നിങ്ങളെ വന്ന് വെൽക്കം ചെയ്യാനോ ഒന്നും അവിടെ ഒരാളും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുണ്ട്. ലിഫ്റ്റ് ഉള്ള ഹോട്ടൽസ് തന്നെ, ചില ഹോട്ടൽസ് അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ഹോട്ടൽസിലെല്ലാം ലിഫ്റ്റ് ഉണ്ടാവും. അപ്പം ഞങ്ങൾ നോക്കിയെടുക്കുമ്പോൾ നമ്മൾ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടും നമ്മൾ ഗ്രൂപ്പ് ടൂറുകൾ ചെയ്യുന്നത് കൊണ്ടും നമുക്ക് സ്പെസിഫൈ ചെയ്ത് ലിഫ്റ്റ് ഉള്ള ഹോട്ടലിൽ കസ്റ്റമേഴ്സിന് ബുദ്ധിമുട്ട് വരാത്ത ഹോട്ടൽസ് നോക്കിയിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അതേസമയം ഫോർ എക്സാമ്പിൾ ഒരു ലിഫ്റ്റ് ഇല്ലാത്ത ഹോട്ടലിലാണ് നിങ്ങൾ പോയി പെടുന്നതെങ്കിൽ ഒരാൾ സപ്പോർട്ടിന് വന്ന് നിങ്ങളുടെ ലഗേജ് റൂമിൽ എത്തിക്കാൻ അങ്ങനത്തെ ഒരു സർവീസ് നിങ്ങൾ യൂറോപ്പിൽ എക്സ്പെക്ട് ചെയ്യേണ്ട. നിങ്ങൾക്ക് റേറ്റ് കുറയുമ്പോൾ നിങ്ങളുടെ റൂമിന്റെ ക്വാളിറ്റി കുറയും. പക്ഷെ ക്ലബ് ട്രാവലറ്റിൽ ഞാൻ ഗ്യാരണ്ടി തന്നെ നിങ്ങൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടൽസിലെല്ലാം ലിഫ്റ്റ് സർവീസ് ഉണ്ടാവും. നിങ്ങൾക്ക് ലഗേജ് പ്രോപ്പറായിട്ട് നിങ്ങളുടെ റൂമിൽ എത്താവുന്ന സാഹചര്യങ്ങളുണ്ടാവും. അതിനകത്ത് ഒരു കോംപ്രമൈസ് നമ്മൾ വരുത്താറില്ല. അത്യാവശ്യം ചെയിൻ ഓഫ് ഹോട്ടൽസ്, അത്യാവശ്യം പ്രീമിയം പ്രോപ്പർട്ടി നോക്കിയിട്ട് മാത്രം നമ്മുടെ കോച്ചെല്ലാം പാർക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഫെസിലിറ്റിയുള്ള ഹോട്ടൽസ് ആണ് നമ്മൾ എടുക്കുന്നത്. പലരും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആംസ്റ്റർഡാം എന്ന് പറഞ്ഞിട്ട് ചില കമ്പനികൾ സ്റ്റേ കൊടുക്കുന്നത് 160-150 കിലോമീറ്റർ ഇപ്പുറത്തായിരിക്കും. അപ്പോൾ ഒബിയസ്ലി നമുക്ക് കോസ്റ്റ് കുറച്ച് കൊടുക്കാൻ പറ്റും. പക്ഷെ ഞങ്ങൾ ഇടുന്നത് മിനിമം ഒരു 40-50 കിലോമീറ്റർ ചുറ്റളവിൽ സിറ്റി ലിമിറ്റിനുള്ളിൽ നമുക്ക് അത്യാവശ്യം മെട്രോ ആക്സസ് ഉള്ളതോ യൂബർ വിളിച്ച് വരാവുന്നതോ ആയ സ്ഥലങ്ങളിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന് എന്തായാലും ചെറിയ കോസ്റ്റ് ഡിഫറൻസ് ഉണ്ടാവും. ഇതാണ് അക്കോമഡേഷൻ പാർട്ട്. രണ്ടാമത്തെ കേസ് ഫുഡിന്റെ. ഫുഡ് പലരും 3 നേരത്തെ ഭക്ഷണം കിട്ടിയാൽ പോലെ എന്ന് പറയും. നമ്മൾ യൂറോപ്പിൽ പോയിട്ട് ഇന്ത്യൻ ഫുഡ് എന്നാണ് നോർമലി എല്ലാവരും പറയുന്നത്. ഇന്ത്യൻ ഫുഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ യൂറോപ്പിൽ എവിടെ പോയാലും ടിപ്പിക്കലി നോർത്ത് ഇന്ത്യൻ ഫുഡാണ്. നോർത്ത് ഇന്ത്യൻ ഫുഡ് നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ കഴിക്കുന്ന ചിക്കൻ കറിയുടെ ടേസ്റ്റ് ഒന്ന് തന്നെയായിരിക്കും. ഒരു നോൺ വെജ് ഉണ്ടാവും, ഒരു റൈസിന്റെ ഐറ്റം ഉണ്ടാവും, ദാൽ ഐറ്റംസ് ഉണ്ടാവും, പൊറോട്ട നാനോ അങ്ങനെ എന്തെങ്കിലും ഒരു ഐറ്റം ഉണ്ടാവും, പിന്നെ അത്യാവശ്യം ഒരു 1-2 വെജിറ്റേറിയൻ കറി ഉണ്ടാവും. ഇത് തന്നെയായിരിക്കും നമുക്ക് ഇന്ത്യൻ ഫുഡിൽ എല്ലായിടത്തും കിട്ടുന്നത്. യൂറോ ഒരു കോസ്റ്റ് അത് നിൽക്കും. അതേ സ്ഥാനത്ത് തന്നെ ഞാൻ പാക്ഡ് ഫുഡ് ആയിട്ട് ചെയ്യുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു ബർഗറോ അല്ലെങ്കിൽ പിസയോ ഞാൻ പാക്ഡ് ഫുഡ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഒരു 5 യൂറോ തുടങ്ങി 7 യൂറോയിൽ കോസ്റ്റ് നിർത്താൻ പറ്റും. അത് തന്നെ ഞാൻ അവിടുത്തെ ലോക്കൽ റെസ്റ്റോറന്റിൽ 3 കോഴ്സ് മെനു ഉള്ള ലോക്കൽ റെസ്റ്റോറന്റിൽ ഞാൻ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 20 യൂറോ തുടങ്ങി 35 യൂറോ വരെ കോസ്റ്റ് വരും. നിങ്ങൾ യൂറോപ്പിൽ പോയേക്കുന്ന ധാരാളം ആൾക്കാരുണ്ടാവും. നിങ്ങൾ അവരോട് അന്വേഷിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ഇഷ്ടം പോലെ മലയാളികൾ യൂറോപ്പിലുണ്ടാവും. നിങ്ങളൊന്ന് അന്വേഷിക്കുക. ഒരു സ്റ്റീക്ക് തന്നെ നിങ്ങൾ ഒരു നല്ല റെസ്റ്റോറന്റിൽ കയറി കഴിച്ചാൽ 10 യൂറോ അടങ്ങി 15 യൂറോ അടങ്ങും. പിന്നെ 3 കോഴ്സ് മെനുവിന്റെ കേസ് ഞാൻ പറയണ്ടായിരുന്നു. ഞങ്ങളുടെ ട്രിപ്പിൽ 9 മീല് നമ്മൾ ഓരോ ഡെസ്റ്റിനേഷനിലും ലോക്കൽ ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോക്കൽ മീല് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ലോക്കൽ മീലിന് ഒബിയസ്ലി ഒരു ചെറിയ കോസ്റ്റ് ഡിഫറൻസ് ഉണ്ട്. പിന്നെ ടൂറിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് അതിനകത്ത് ഇൻക്ലൂഷൻ ആണ് അടുത്ത കേസ്. ടൂർ നമുക്ക് എങ്ങനെയും ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചില കേസിനകത്ത് എൻട്രി ടിക്കറ്റുകൾ കുറഞ്ഞ സ്ഥലങ്ങൾ മാത്രം കാണിച്ചിട്ട് നമുക്ക് ചെയ്യാം. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞ ലിൻഡിന്റെ ചോക്ലേറ്റ് ഫാക്ടറി. ലിൻഡ് ചോക്ലേറ്റ് ഫാക്ടറി നോർമലി പല ആൾക്കാരും ലിൻഡ് ചോക്ലേറ്റ് ഫാക്ടറി പോയിട്ടുണ്ടാവും. അവിടെ ഒരു ഫേമസ് ആയിട്ടുള്ള ലിൻഡിന്റെ വലിയൊരു ഫൗണ്ടൈൻ ഉണ്ട്. ചോക്ലേറ്റ് ഇങ്ങനെ ഒഴുകി വരുന്ന ഒരു ഫൗണ്ടൈൻ. ആ ഫൗണ്ടൈന്റെ ഫ്രണ്ടിൽ നിന്ന് നമ്മളെല്ലാവരും ഫോട്ടോ എടുക്കും. ലിൻഡ് ചോക്ലേറ്റിന് എഴുതിയാണ് പുറത്ത് നിന്നിട്ട് ഒരു ഫോട്ടോ എടുക്കും. അതിനുശേഷം ആ ലിൻഡ് ചോക്ലേറ്റ്സിന്റെ അകത്ത് കയറിയിട്ട് അവിടെ നമ്മൾ കുറച്ച് ചോക്ലേറ്റ്സും പർച്ചേസ് ചെയ്ത് നമ്മൾ തിരിച്ചു വരും. ഇതാണ് നോർമലി ഉള്ള ലിൻഡ് ചോക്ലേറ്റ് ടൂർ എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നത്. പക്ഷെ ക്ലബ് ട്രാവലറ്റ് ചെയ്യുന്നത് അങ്ങനെയല്ല. നിങ്ങൾ ലിൻഡ് ചോക്ലേറ്റ് ഫാക്ടറിയിൽ വന്ന ഫാക്ടറി വിസിറ്റ്, എങ്ങനെയാണ് ഫാക്ടറിയിൽ ചോക്ലേറ്റ്സ് ഉണ്ടാക്കുന്നത്, എന്തൊക്കെ വെറൈറ്റി ചോക്ലേറ്റ്സ് അവർ ഉണ്ടാക്കുന്നുണ്ട്, അതിന്റെ ഫുൾ വീഡിയോസും നിങ്ങൾക്ക് അതിൻ്റെതായ ഫുൾ ഡിസ്ക്രിപ്ഷൻ ഒക്കെ അടങ്ങുന്ന ഒരു ടൂർ ലിൻഡ് ചോക്ലേറ്റ് കമ്പനി കണ്ടക്ട് ചെയ്യുന്നു. ഒരു ഹാഫ് അവറോളം നിങ്ങൾ നടന്ന് കാണേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ലിൻഡ് ചോക്ലേറ്റ് ഫാക്ടറിയിൽ എന്തൊക്കെ വെറൈറ്റി ചോക്ലേറ്റ്സ് ഉണ്ടാക്കുന്നുണ്ടോ അതിന്റെ എല്ലാം ക്രീം നമുക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഒഴുകി വരുന്നുണ്ടാവും. ഏതൊക്കെ വെറൈറ്റി ചോക്ലേറ്റ്സ് ഉണ്ടോ അതെല്ലാം നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് എടുക്കാം. ഇതെല്ലാം കഴിയുമ്പോൾ നമുക്ക് ഓരോ വെറൈറ്റി ചോക്ലേറ്റ്സിന്റെ 2-3 ചോക്ലേറ്റ്സ് വെച്ച്
നമുക്ക് അവർ ഫ്രീ ആയിട്ട് നമുക്ക് പാക്ക് ചെയ്ത് അവർ തരുകയും ചെയ്യും. എപ്പോഴാണെങ്കിൽ ലിൻഡ് ചോക്ലേറ്റ് ഫാക്ടറി പോയാൽ അറിയാൻ പറ്റും 25 യൂറോന്റെ അടുത്ത് നമുക്ക് കോസ്റ്റ് വരും. 3000 രൂപ പെർ ഹെഡ് എക്സ്പെൻസ് ആയി. ഐറ്റിനറി ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ നമ്മുടെ കോസ്റ്റിൽ ഡിഫറൻസ് വരും. പിന്നെ കോസ്റ്റ് കുറച്ച് സിറ്റികൾ ടൂറിൽ ഇൻക്ലൂഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഫ്ലോറൻസ് സിറ്റി ഇറ്റലിയിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹിസ്റ്റോറിക്കലായിട്ട് മൈക്കലാഞ്ചലോ ഒക്കെ വരച്ചിരുന്ന മൊണാലിസയുടെ പിക്ചർ വരച്ചിരുന്ന അവരുടെ വീടൊക്കെ ഉള്ളത് ഈ ഫ്ലോറൻസ് സിറ്റിയിലാണ്. അപ്പൊ ഈ ഫ്ലോറൻസ് സിറ്റി ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇത് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഈ ഫ്ലോറൻസ് സിറ്റി നമുക്ക് ഫുൾ ആയിട്ടൊന്ന് നമ്മൾ ഫ്ലോറൻസ് സിറ്റിയുടെ സിറ്റി സെന്ററിന്റെ അകത്തോട്ട് കയറും. സിറ്റി സെന്ററിന്റെ അകത്ത് യൂറോപ്പിൽ ഏത് സ്ഥലത്ത് കയറിയാലും ഒരു കോച്ചിന് കോസ്റ്റ് വ്യത്യാസമാണ്. നോർമലി ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ഞങ്ങളുടെ ട്രിപ്പിൽ ഫ്ലോറൻസ് സിറ്റി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു കോച്ച് അവിടെ കയറുമ്പോൾ പെർ ഹെഡ് 22 യൂറോ വെച്ചിട്ട് നമ്മൾ കൊടുക്കണം. അപ്പൊ ഫ്ലോറൻസ് സിറ്റി ഒഴിവാക്കിയാൽ എനിക്കൊരു 3000 രൂപ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. പക്ഷേ നമ്മൾ ട്രിപ്പിന്റെ ക്വാളിറ്റിയാണ്, ട്രിപ്പിനകത്ത് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതുകൊണ്ടാണ് ഞങ്ങൾ ഫ്ലോറൻസ് സിറ്റി ഇൻക്ലൂഡ് ചെയ്തത്. ഒബിയസ്ലി കോസ്റ്റ് ചെറിയ ഡിഫറൻസ് വരും. നമ്മളിപ്പോ ഞാൻ പറഞ്ഞ ആംസ്റ്റർഡാം സ്റ്റേ ഒഴിവാക്കിയിട്ട് ഞാൻ ബ്രസൽസിൽ സ്റ്റേ എടുത്തു കഴിഞ്ഞാൽ ആംസ്റ്റർഡാം ആണ് യൂറോപ്പിൽ സിറ്റി ടാക്സിൽ ഏറ്റവും കൂടുതൽ ടാക്സ് ഉള്ള ഒരു സ്ഥലം. അപ്പൊ ആംസ്റ്റർഡാമിന്റെ സ്റ്റേ ഞാൻ ഒഴിവാക്കി, അതിന് പകരം ഞാൻ ബ്രസൽസിൽ സ്റ്റേ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് സിറ്റി ടാക്സ് ഒരു 5 യൂറോ തുടങ്ങി 7 യൂറോ വരെയും സേവ് ചെയ്യാൻ പറ്റും. ഒബിയസ്ലി എനിക്ക് 15 യൂറോ തുടങ്ങി 20 യൂറോ വരെയും റൂമിൽ വ്യത്യാസം വരുത്താൻ പറ്റും. ആംസ്റ്റർഡാമിൽ തന്നെ റൂം എടുക്കുമ്പോൾ സിറ്റി സെന്ററിൽ നിന്ന് മാറിയിട്ട് ഞാൻ ഒരു 160-200 കിലോമീറ്റർ ഇപ്പുറത്ത് റൂം എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഒരു 20 യൂറോ കുറയ്ക്കാൻ പറ്റും. അപ്പൊ ആംസ്റ്റർഡാം സ്റ്റേക്ക് വേണ്ടി മാത്രം ഞാൻ ഒന്ന് കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഒരു 50 യൂറോന്റെ സേവിങ്സ് അവിടെ എടുക്കാൻ പറ്റും. അപ്പൊ ഒരു 6000 രൂപ വ്യത്യാസങ്ങൾ വന്നു. പിന്നെ ഞങ്ങൾ ഉൾപ്പെടുത്തിയേക്കുന്ന ഹെനിക്കൻ ബിയർ മ്യൂസിയം, എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ വളരെ റയർ ആയിട്ട് കുറച്ച് ആൾക്കാർ മാത്രമാണ് ഹെനിക്കൻ ബിയർ മ്യൂസിയം എക്സ്പീരിയൻസ് ടൂർ കൊടുക്കുന്നുള്ളൂ. ഹെനിക്കൻ ബിയർ മ്യൂസിയത്തിന്റെ എക്സ്പീരിയൻസ് ടൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആണ്, വളരെ ഫേമസ് ആണ്. ഹെനിക്കൻ ബിയർ മ്യൂസിയത്തിൽ നമ്മൾ ധാരാളം സ്ഥലങ്ങളിൽ നിന്ന് ബിയർ കഴിച്ചിട്ടുണ്ട്. പക്ഷേ എത്രത്തോളം ടേസ്റ്റ് ആണ് ബിയർ എങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്, ബിയർ എങ്ങനെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത്, ഇതിനുള്ള ഒരു ടൂർ ഹെനിക്കൻ ബിയർ മ്യൂസിയത്തിൽ അവർ ഫസ്റ്റ് ഉള്ള അവരുടെ ആംസ്റ്റർഡാം ഫാക്ടറിയിൽ അവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ആംസ്റ്റർഡാം വരെയും പോയി. ആംസ്റ്റർഡാമിൽ നിങ്ങൾ കനാൽ ക്രൂയിസ് എടുക്കുന്നത് ഹെനിക്കൻ ബിയർ മ്യൂസിയത്തിന്റെ നേരെ ഫ്രണ്ടിൽ നിന്നാണ്. അതിന്റെ ഫ്രണ്ടിൽ നിന്ന് നിങ്ങളെ ഞാൻ കനാൽ ക്രൂയിസിന് വിളിച്ചുകൊണ്ട് പോകുമ്പോൾ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ടൂർ അവിടെ ഉള്ളപ്പോൾ ഞാൻ അത് ഇൻക്ലൂഡ് ചെയ്തില്ലെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ ഒരാളും ഇനി യൂറോപ്പിൽ പോകാൻ പോകുന്നുണ്ടാവില്ല. അപ്പൊ അവിടെ ഞാൻ ആ കോസ്റ്റ് വരുന്നത് ഒരു 25 യൂറോ എന്ന് പറയുമ്പോൾ 3000 രൂപ. ആ കോസ്റ്റ് അല്ല ഞാൻ നോക്കുന്നത് ടൂറിന്റെ ക്വാളിറ്റിയാണ്. ഇങ്ങനെ പല സാധനങ്ങളും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ഇപ്പൊ ഞാൻ പറഞ്ഞ ഫുഡിന്റെ കേസിൽ 9 മീൽ പ്ലാൻ നമ്മളുടെ വ്യത്യാസമുണ്ട്. അത് മാത്രം നിങ്ങൾക്ക് ഒരു 30,000 രൂപയുടെ കോസ്റ്റ് ഡിഫറൻസ് വരും. ഞാൻ പറഞ്ഞ ആംസ്റ്റർഡാമിൽ സിറ്റിയുടെ ഏകദേശം ഒരു 30-40 കിലോമീറ്ററിന് അടുത്തുള്ള സ്റ്റേ, അതിടുമ്പോൾ എനിക്കൊരു 10-40 യൂറോന്റെ ഡിഫറൻസ് വരും. ഇനി ഞാൻ അത് വേറെ ഇൻക്ലൂഷൻസ് ഇപ്പൊ ലിൻഡ് ചോക്ലേറ്റ് ഫാക്ടറി, ഹെനിക്കൻ ബിയർ മ്യൂസിയം, പിന്നെ ബെൻസ് മ്യൂസിയം ജർമ്മനിയിലുള്ള സ്റ്റുഗാർട്ടിലുള്ളത്, ഇതെല്ലാം ഞാൻ ആഡ് ചെയ്യേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ഫോട്ടോസ്റ്റോപ്പ് മാത്രം തന്നു കഴിഞ്ഞാൽ എനിക്കൊരു 10-60 യൂറോ, ഏകദേശം ഒരു 7000 രൂപ എനിക്ക് സേവ് ചെയ്യാൻ പറ്റും. ഈ 3 ഐറ്റിനറി മാത്രം ഞാൻ വേണ്ടെന്ന് വെച്ചാൽ. പിന്നെ മറ്റു പല സ്ഥലങ്ങളിലെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഫ്ലോറൻസ് സിറ്റി ഇൻക്ലൂഡ് ചെയ്യാണ്ട് ഇഷ്ടംപോലെ ടൂറുകൾ കേരളത്തിൽ നിന്ന് പോകുന്നുണ്ട്, ഇന്ത്യയിലും പോകുന്നുണ്ട്. അപ്പൊ ഞാൻ ഫ്ലോറൻസ് സിറ്റി വേണ്ടെന്ന് വെച്ചാൽ എനിക്കൊരു 40,000 യൂറോളം എനിക്ക് സേവ് ചെയ്യാൻ പറ്റും. 4000 ഇന്ത്യൻ മണിയോളം സേവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെ സേവിങ് ആണ് ഉദ്ദേശിക്കണമെങ്കിൽ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയും, നിങ്ങളൊരു ഫ്ലൈറ്റ് ടിക്കറ്റ് മാത്രം എടുക്കുക, ഒരു വിസ എടുക്കുക, നിങ്ങൾ കുറച്ച് അക്കോമഡേഷനും സെറ്റ് ചെയ്യുക, നിങ്ങൾ സ്വയമായിട്ട് ബാക്കി കാര്യങ്ങൾക്ക് നിങ്ങളൊരു ട്രാവൽ ഏജന്റിനെ ഇത് ചെയ്യുക, പോയി കാണുക. അപ്പോഴും നിങ്ങൾക്ക് ഒരു 2.5-3 ലക്ഷത്തോളം കോസ്റ്റ് വരും. ഞങ്ങൾ കൊണ്ടുപോകുന്ന ടൂറിൽ ഇത്രയും ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ ഫുൾ കാര്യങ്ങൾ. പിന്നെ ഇതിനകത്ത് ഞാൻ പറയാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പലപ്പോഴും പിസ ഗോപുരം, ലീനിയർ പിസ കാണാൻ പോകുമ്പോൾ ലീനിയർ പിസ ഒബിവിസിലി നമ്മുടെ കോച്ചിന്റെ പാർക്കിംഗ് കഴിഞ്ഞ് ഒരു 1.5 കിലോമീറ്ററോളം നമ്മൾ നടക്കാനുണ്ട്. ഈ നടക്കുന്നതിന് പകരമായിട്ട് ഞങ്ങൾ ടോയ് ട്രെയിനാണ് അവിടെ അറേഞ്ച് ചെയ്യുന്നത്. അപ്പൊ അതിന് നമ്മളൊരു 7 തുടങ്ങി 10 യൂറോ വരെയും കോസ്റ്റ് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ ആരും ബെയർ ചെയ്യേണ്ടി വരുന്നില്ല. അപ്പൊ ഒബിയസ്ലി ആ അത്രയും കോസ്റ്റ് ഡിഫറൻസ് അവിടെ നമ്മുടെ പാക്കേജിൽ വരും. പിന്നെ നമ്മൾ വധൂസ്, നമ്മൾ ലിച്ചൻസ്റ്റീൻ, വളരെ യൂറോപ്പിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കൺട്രിയിലൊന്ന് ലിച്ചൻസ്റ്റീനിലുള്ള വധൂസിലെ ടോയ് ട്രെയിൻ ഇല്ലാണ്ട് യൂറോപ്പിൽ ഈ 18 കിലോമീറ്റർ അല്ലെങ്കിൽ അതിനകത്തൊരു 18 കിലോമീറ്റർ ചുറ്റളവുള്ള കൺട്രിയിൽ നമ്മളൊരു 3-4 കിലോമീറ്റർ നിങ്ങൾ ആരും തന്നെ നടന്നു കാണില്ല. അത് നമ്മൾ ഒരു ടോയ് ട്രെയിൻ വഴിയായിട്ടാണ് കാണുന്നത്. അവിടെ നമുക്ക് കോസ്റ്റ് ഉണ്ട്, ഇതേപോലെ തന്നെ ഒരു 1000 രൂപയുടെ അടുത്ത് കോസ്റ്റ് വരുന്നുണ്ട്. അതെല്ലാം ഇൻക്ലൂഡഡ് ആണ്. ഡ്രൈവറുടെ ടിപ്പ്, മറ്റുള്ള ഗൈഡിന്റെ ചാർജുകൾ, ഗൈഡ് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗൈഡ് അവിടെ വരണമെങ്കിൽ മിനിമം 250 യൂറോ എങ്കിലും ഒരു 1 അവറിന് കൊടുക്കണം. അതായത് ഇന്ത്യൻ മണി 25,000 രൂപയായി. അപ്പൊ ഗൈഡഡ് ടൂറിസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ ഒബിയസ്ലി ഞാൻ പല പ്രാവശ്യം യൂറോപ്പ് പോയിട്ടുണ്ട്. ഞാനിപ്പോൾ 10-20 പ്രാവശ്യത്തോളം യൂറോപ്പ് പോയിട്ടുണ്ട്. അപ്പൊ എനിക്ക് യൂറോപ്പിനെ പറ്റി ഏകദേശമൊക്കെ അറിയാം. പക്ഷെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയണതും ഒരു ഗൈഡ് പറയണതും തമ്മിൽ വളരെ ഡിഫറൻസ് ഉണ്ടാവും. റോമിനെ പറ്റിയൊക്കെ ഞാൻ എത്ര പറഞ്ഞാലും, റോമില് എനിക്ക് എത്രയൊക്കെ പറഞ്ഞാലും ഞാൻ പറയുന്നതും അവിടുത്തെ ലോക്കൽ ഗൈഡ് പറയുന്നതും തമ്മിൽ ഒബ്വിയസ്ലി ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ഇത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഒരു ചെറിയ കോസ്റ്റ് ഡിഫറൻസ് വരും. ഈ കോസ്റ്റ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ
2,60,000 രൂപയ്ക്ക് നിങ്ങൾ ഒരു 13 ദിവസത്തെ ട്രിപ്പ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങളുടെ കോസ്റ്റ് തന്നെ 20,000 രൂപയാണ്. അതിനകത്ത് ഒരു 1 lakhും കൂടി എക്സ്ട്രാ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ 13 ദിവസത്തെ ട്രിപ്പിൽ നിങ്ങൾക്ക് ഏകദേശം ഡിഫറൻസ് വന്നത് ഒരു 5,000 രൂപയ്ക്കും കൂടി ഡിഫറൻസ് ആണ്. ഈ 5,000 രൂപയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഇത്രയും ഇൻക്ലൂഷൻസ് ഉള്ള ടൂർ വേണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ പറയാം, നമുക്ക് ഞാനൊരു യൂറോപ്പ് ടൂർ പോയി, എൻ്റെ ഡയറിയിൽ എനിക്ക് എഴുതി വയ്ക്കാം ഞാൻ 13-14 രാജ്യങ്ങൾ കണ്ട് എന്ന് എഴുതി വയ്ക്കാം. പക്ഷെ അത് എക്സ്പീരിയൻസ് ചെയ്തോ ഇന്ന സ്ഥലങ്ങൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെറിയൊരു കോസ്റ്റ് ഡിഫറൻസിന് വേണ്ടി ഒരു പെർ ഡേ ഒരു 3,000-4,000 രൂപ ഉള്ള വ്യത്യാസത്തിന് വേണ്ടി നിങ്ങൾ നല്ലൊരു ടൂർ വേണ്ടെന്ന് വെക്കുകയാണ്. അപ്പോൾ കോസ്റ്റ് അല്ല ഒരു ടൂറിന്റെ പ്രധാനം, അതിനകത്ത് ഇൻക്ലൂഷനാണ്. 2,60,000-നും 1,50,000-നും വേറൊരു കമ്പനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും ആ ടൂർ ക്ലബ് ട്രാവലറിനും ചെയ്യാൻ പറ്റും. പക്ഷെ ഞങ്ങൾ ക്വാളിറ്റിയിലും സർവീസിലും ടൂറിന്റെ ഐറ്റിനറിയിലും ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ട് അങ്ങനെയുള്ള ടൂറുകൾ ഞങ്ങൾ കണ്ടക്ട് ചെയ്യില്ല. അപ്പൊ ഇതാണ് മെയിൻലി ഉള്ള കോസ്റ്റിന്റെ ഡിഫറൻസ്. അപ്പൊ എൻ്റെ ഒരു സഹോദരൻ ഇങ്ങനെ എഴുതി യൂറോപ്പിന്റെ കോസ്റ്റ് കൂടുതലാണെന്ന് എഴുതി, അതിനുള്ള മറുപടി ഇതാണ്. നിങ്ങൾ ദയവായിട്ട് ഈ വീഡിയോ കാണുക. ഇത് കണ്ടിട്ട് നിങ്ങളൊരു ഡിസിഷൻ എടുക്കുക. നമ്മൾ കോസ്റ്റ് കുറഞ്ഞ് ലൈഫിൽ ആകെ ഒരു പ്രാവശ്യം പോകുന്ന ഒരു ടൂറിന് ഏറ്റവും കോസ്റ്റ് കുറഞ്ഞ ഒരു സ്ഥലത്തിന് വേണ്ടിയിട്ട് ചെറിയൊരു കോസ്റ്റിന്റെ ഡിഫറൻസിന് വേണ്ടിയിട്ട് കുറഞ്ഞ ടൂറുകൾ സെലക്ട് ചെയ്യണോ, അതല്ലെങ്കിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള കൂടുതൽ ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ സ്ഥലങ്ങളിലും കാണാൻ പറ്റുന്ന കുറച്ചും കൂടി ഗൈഡ് ഫെസിലിറ്റി ഉള്ള ടൂറിന് നമ്മൾ പോകണോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. ഞാൻ ഒബ്വിയസ്ലി പറയാം, ഇപ്പം ഈ പറയുന്ന എന്നോട് ഇപ്പം ഈ സുഹൃത്ത് എഴുതിയേക്കുന്ന 260 എന്ന് പറഞ്ഞ കോസ്റ്റിൽ ഏത് കമ്പനിയുടെ ആണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ 260 എന്നുള്ള കോസ്റ്റിൽ ഞാൻ ഈ പറഞ്ഞ ഇൻക്ലൂഷൻസും കൂടി അതിനകത്തോട്ട് ആഡ് ചെയ്യുമ്പോൾ ഒരു 4 ലക്ഷം രൂപയ്ക്ക് മുകളിൽ അയാൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോഴും ക്ലബ് ട്രാവലറ്റ് വിൽക്കുന്നതിൽ ഒരു 40,000 രൂപ നിങ്ങൾക്ക് ലാഭമാണ്. ഞങ്ങളൊരു മിനിമൽ മാർജിൻ ഇട്ട് കൂടുതൽ കസ്റ്റമേഴ്സിനെ കൊണ്ടുപോവുക, നല്ല ക്വാളിറ്റി സർവീസ് കൊടുക്കുക. ഇതാണ് മാത്രമാണ് ക്ലബ് ട്രാവലറ്റിന്റെ മോട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ അടിയിൽ കമന്റ് ചെയ്യുക, യൂറോപ്പിൽ നിന്ന് എഴുതി. ഞങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളെ വിളിക്കും. നമുക്കൊരുമിച്ച് നല്ല എക്സ്പീരിയൻസ്ഡ് ടൂറ്, നല്ല നല്ല സ്ഥലങ്ങൾ കണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യൂറോപ്പിന്റെ ഫുൾ കാഴ്ചകൾ കണ്ട് നല്ല ഫുഡ് ആസ്വദിച്ച് നമുക്ക് യാത്ര ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.